ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് സ്മോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കിൻ നല്ല പ്രോപ്പറായി വൃത്തിയാണ് ക്ലെൻസർ വെച്ചിട്ട്. അതിനുശേഷം ഇഷ്ടപ്പെട്ട ടോണർ സ്കിന്നിന് സൂട്ടബിളായ ടോണർ അപ്ലൈ ചെയ്യുക. എന്നാൽ ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ നോക്കാം. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് എന്നും പോൺസിൻ്റെ ആണെന്ന് വെച്ചാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ പോൺസിൻ്റെ ആണെന്ന് യൂസ് ചെയ്യുക. ചില സമയമൊക്കെ മാറ്റാറുണ്ട്. ഞാൻ 3 ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതെ ഓൺ ദ ബേസ് ഓഫ് മൈ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് ആയിരിക്കുന്ന മതി വെച്ചിട്ട് പോൺസിനെ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും വിടരുത്. മരണം വരെ സൺസ്ക്രീൻ വിടരുതെന്നാണ് ഞാൻ പറയാറ്. കാരണം സൺസ്ക്രീൻ അത്ര അത്യാവശ്യമാണ്. സ്കിന്നിൻ്റെ ഏജിനില്ലേ കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ റിങ്കിൾസിനെ കുറയ്ക്കാനും സൺസ്ക്രീൻ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ സൺസ്ക്രീൻ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, കാരണം മഴക്കാലമല്ലേ. അതിനുശേഷം ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തു. കാരണം ആദ്യം ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ബാക്കിയൊക്കെ ചെയ്യാൻ ഇത് മറന്നതാണ്. അപ്പോൾ ഓർത്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. വാസലിനാണ് ഞാൻ യൂസ് ചെയ്യാറ്. കാരണം നമ്മുടെ ചുണ്ടിനെ ഭയങ്കര മോയ്സ്ചറാക്കി ലോക്കാക്കി വയ്ക്കുന്നു, ചെറിയ ഡാർക്ക്നെസ്സും കുറയ്ക്കുന്നു. അപ്പോൾ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളവിടെ ചെയ്യാൻ പോകുന്നത് കൺസീലർ. കാരണം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, കൺസീലർ തന്നെ യൂസ് ചെയ്യാറ്. കൺസീലർ നമുക്ക് ഡാർക്കായുള്ള പോർഷനിൽ ഞാൻ അപ്ലൈ ചെയ്തു. നല്ലപോലെ അപ്ലൈ ചെയ്യുന്നു പറയില്ല, പക്ഷെ കുറച്ച് അപ്ലൈ ചെയ്യാറുണ്ട്. ബ്ലൂ ഹെവൻ്റെ ആയതുകൊണ്ട് കൂടി അത് അധികം കവറേജ് ഇല്ല, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലീൻ ഗേൾ മേക്കപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ കൺസീലർ യൂസ് ചെയ്യാം. എന്നിട്ട് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല കവറേജ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി സാധനം വെച്ച് പഫ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ കവറേജ് ഇരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ നോക്കാം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു ഞാൻ. പിന്നെ കണ്ണിൻ്റെ പോർഷൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ സാധിക്കും. കാരണം ഡാർക്കായ പോർഷൻസ് ലൈറ്റായ പോർഷൻസായിട്ട്. അതിനുശേഷം ഞാൻ നെറ്റിയുടെ ഭാഗത്ത് ബ്ലെൻഡ് ചെയ്തു. ഞാൻ ബ്ലെൻഡിങ് പ്രോപ്പറായ സ്കിന്നിൻ്റെ പകുതി മേക്കപ്പും കംപ്ലീറ്റ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ബ്ലെൻഡിങ് ആണ് മെയിനായിട്ട്. ബ്ലെൻഡ് ചെയ്ത ബ്രഷ് തന്നെ ബാക്കി എല്ലാ സ്ഥലത്തുനിന്ന് ഓടിച്ചുവിടാം. എന്തെങ്കിലും ഇതിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് മൊത്തത്തിലൊന്ന് സ്പ്രെഡായി സെറ്റായിട്ട് കിട്ടും. അതാണ് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ആ ബ്രഷൊന്ന് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യും. ഞാൻ ഓൺ കളറിൻ്റെ യൂസ് ചെയ്യാറ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ കഴുത്തുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നു. കാരണം കഴുത്ത് വേറെ കളറിലേക്ക് എനിക്കിഷ്ടമില്ല. അപ്പോൾ കഴുത്തിൽ ഞാൻ ഈ കോമ്പാക്ട് പൗഡർ മാത്രം അപ്ലൈ ചെയ്യും. കോമ്പാക്ട് പൗഡർ നല്ല കവറേജ് ഉണ്ട്, പക്ഷേ ലോങ് ലാസ്റ്റിക് അല്ല. അതാണ് കുഴപ്പം. ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം ഐ മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പണി കിട്ടി എനിക്ക്. കാരണം ഐ മേക്കപ്പ് ഞാൻ കാണിച്ചേക്കുന്നത് കുറച്ച് ഇത് പെട്ടു. അപ്പോൾ ഞാൻ ചീക്ക് ടിൻ്റ് ഒന്നും എൻ്റെ ഇല്ല. അപ്പം ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അന്നൊരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു കേട്ടോ. ഞാൻ കുറച്ച് സമയം എടുത്തു, പക്ഷെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ 2 ഭാഗത്തും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ചെറിയ രീതിയിൽ ബ്ലെൻഡിൻ്റെ കമ്മൽ കിട്ടും, അതുപോലെ തന്നെ മാല കിട്ടും. എനിക്ക് മുടി ഒന്ന് സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈലൊന്നുമില്ല, ജസ്റ്റ് ഒരു കുമ്പ് കെട്ട അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.